ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ട്രിങ്കറ്റ് ബോക്സ് ആണ്. നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ ഇട്ട് വെക്കാനായിട്ടാണ് ട്രിങ്കറ്റ് ബോക്സ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ സെല്ലോ ടേപ്പ് തീർന്ന ഒരു സംഭവം എടുത്തിട്ടുണ്ട്. നമുക്ക് പെയിന്റ് അടിച്ച് ഗ്ലിറ്റർ ലൈൻസ് ഒക്കെ വരച്ചെടുക്കാവേ. ഇപ്പോൾ അതാ ഫുൾ വരച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അതിന് ഒരു വൈറ്റ് പെയിന്റ് അടിച്ചിട്ടുണ്ട്. പുറത്ത് പിങ്കും വൈറ്റും കൂടെ കോമ്പിനേഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ വെക്കാനായിട്ട് കാർഡ്ബോർഡ് സർക്കിളിൽ കട്ട് ചെയ്തെടുക്കും. ഇതിൻ്റെ അളവിൽ കുറച്ച് കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. നമുക്കത് ഈ ഒരു സംഭവം ഇങ്ങനെ വെച്ചിട്ട് രണ്ട് സർക്കിൾസ് കട്ട് ചെയ്തെടുക്കാം. ഒരെണ്ണം അതിൻ്റെ ലിഡിന് വേണ്ടിയും ഒരെണ്ണം അതിൻ്റെ ബേസിൽ വെക്കാനായിട്ട് കേട്ടോ. നമ്മൾ രണ്ട് സർക്കിൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ അതിൻ്റെ അടിയിൽ ഒട്ടിച്ചു. ഇവിടെയൊക്കെ നമുക്ക് കളർ അടിക്കണം കേട്ടോ. ഇതിൻ്റെ അകത്ത് ഞാൻ വൈറ്റ് കളർ അടിക്കാൻ വിചാരിക്കണേ. ഇത് നമുക്ക് പിങ്ക് വൈറ്റും കൂടെ ഗ്രിഡ് ലൈൻസ് തന്നെ വരച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് ഇങ്ങനെ പിടിച്ച് പൊക്കാനായിട്ട് എന്തെങ്കിലും ഒരു ബീഡ്സോ അല്ലെങ്കിൽ ഒരു കല്ലോ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫുൾ ഞാൻ പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ബാക്കിലും ഈ ഇതിൻ്റെ അകത്തൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിഡ് സെറ്റ് ആയിട്ടുണ്ട്. ഒരു പേൾ എടുത്ത് ഞാൻ ഒട്ടിച്ചാണ്. അതായതുപോലെയാണുള്ളത്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിനകത്ത് ഇപ്പം എൻ്റെ അടുത്ത് നിലവിൽ സ്റ്റിക്കറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കുറച്ച് ബുഷസൊക്കെയാണ് ഇട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ മൂന്ന് ബുഷസ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല യൂസ്ഫുൾ ഐറ്റമാണ്. നമുക്ക് ട്രിങ്കറ്റ് ബോക്സിന് പേരിട്ട് വിളിക്കാം. ഇതിനകത്ത് ഉടനെ തന്നെ സ്റ്റിക്കറൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വീഡിയോ വരുന്നതാണ് കേട്ടോ അതിനകത്ത് ഇട്ട് വെക്കാനായിട്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.